ഇതാണ് നമ്മുടെ വിഷയം. എങ്ങനെയാണ് സിമ്പിളായിട്ട് റോസ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും, എന്നാലേ മനസ്സിലാവുള്ളൂ. കേൾക്കുന്നുണ്ടോ, കേൾവി ക്ലിയർ ആണോ എന്ന്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ റോസാപ്പൂവ് എന്നല്ല, ഏത് പൂവിൻ്റെയും മുട്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ള ആകൃതി ഉണ്ടാകും. പൂമുട്ടുകൾക്ക് പൊതുവെ ബൾബ് എന്ന് പറയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബൾബിൻ്റെ ആകൃതിയിലാണ് ഒരു പൂമുട്ടിൻ്റെ ഘടന. ഇത് എളുപ്പത്തിൽ അത് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂമുട്ടിൻ്റെ ബേസിക് അനാട്ടമി നമുക്ക് കിട്ടും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കോഴിമുട്ട അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സംഭവം, കോഴിമുട്ട തന്നെ ആയിക്കോട്ടെ, ഒരു കോഴിമുട്ടൻ്റെ ജസ്റ്റ് ഒരു കോഴിമുട്ടൻ്റെ രൂപത്തിലുള്ള ഒരു വരക്ക, അതിന് താഴെ ഒരു ഗോട്ടി, അതിൻ്റെ ഒരു വരക്കുക. ഇതാണ് ഒരു പൂമുട്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രൂപം. എന്നതിന് ശേഷം ഇതിനെന്ത് ചെയ്യുക, ഇത് മായ്ച്ചിട്ട് ഇതിനെ രണ്ടും കൂടി സംയോജിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള രൂപം നമുക്ക് കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വരച്ചത് എന്ത് ചെയ്തു, ഇങ്ങനെ സംയോജിപ്പിച്ചു, ഇവിടെയും ഇങ്ങനെ സംയോജിപ്പിച്ചു. ഇതിൽ പലതരത്തിലുള്ള പൂക്കൾക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ഇത് ഏകദേശം റോസാപ്പൂവിനൊക്കെ ഉണ്ടാകുന്ന ഒരു മുട്ടിൻ്റെ രൂപമാണ്. മനസ്സിലായില്ലേ? ഇതിന് ഇനി വിരിഞ്ഞു വരുന്ന തുടക്കത്തിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക, ഇങ്ങനെയായിരിക്കും വിരിഞ്ഞു വരുമ്പോൾ ഉണ്ടാവുക. എന്നിട്ട് മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു കോഴിമുട്ടയുടെ രൂപം പോലെ ഒരു ഭാഗം കൂർപ്പിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒരു റൗണ്ട്, കൃത്യമാവണമെന്നൊന്നുമില്ല, ഒരു ഏകദേശം റൗണ്ട് കൊടുക്കുക. എന്നിട്ട് അവ തമ്മിലുള്ള ബന്ധിക്കുന്ന ആ നടു ഒന്ന് മായ്ച്ച് കളയുക. എന്നതിന് ശേഷം ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള രൂപം നമുക്ക് കിട്ടുന്നതാണ്. കണ്ടില്ലേ? ഇതാണ് പൂമുട്ടിൻ്റെ, ഏതൊരു പൂമുട്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള രൂപം ഇതാണ്. പറഞ്ഞ മനസ്സിലായില്ല? അപ്പോൾ ഇനി ഇത് വിരിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതനുസരിച്ച് കുറച്ച് ഇത് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി വണ്ണം കുറഞ്ഞതാണ്, അപ്പോൾ ഒരു ഇത്തിരിയും ഉണ്ടാവുള്ളൂ, ഇത്തിരി ഉണ്ടാവുള്ളൂ. അതേസമയം ഇത് ഒത്തിരി കൂടി വണ്ണത്തിൽ വരക്കുകയാണെങ്കിൽ, ഇങ്ങനെ വരച്ചതാണെങ്കിൽ, ഇങ്ങനെ വരക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടി വിടർന്നിട്ടുള്ള രൂപം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരച്ചതിന് ശേഷം സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പൂവിൻ്റെ മുകൾ ഭാഗമായി. എന്നതിന് ശേഷം ഇനി ഇവിടെ അടിഭാഗത്ത് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അടിഭാഗവും കിട്ടി. ഇങ്ങനെയാണ് ഇത്തിരി കൂടി വിരിഞ്ഞ പൂവ് വരക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മളിവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആ രൂപത്തിൽ വരച്ചാണ്. ഇതുപോലത്തെ ഒരുപാട് മുട്ടുകൾ നോക്കൂ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ച് പഠിക്കാൻ പറ്റും, ഒന്നും പ്രയാസമില്ല. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള രൂപം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ ഒരു ആകൃതി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളായിട്ട് അവിടുന്ന് അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്തുണ്ടാക്കാം. ഇനി കുറച്ചും കൂടി വിരിഞ്ഞ രൂപം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതന്നെ, ഈ പരിപാടി തന്നെ ഇത് തന്നെ ഇതാക്കിയിട്ട് കുറച്ചുകൂടി എന്ത് ചെയ്യുക, വരച്ചു. വേണമെങ്കിൽ ഇതിനടിക്ക് വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം. ഇങ്ങനെയൊക്കെ വരച്ചതിന് ശേഷം ഇവിടെ തല കൂർപ്പിച്ചു കൊടുത്തു.
എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യുക, ഒരു വിരിഞ്ഞ് മടങ്ങി നിൽക്കുന്ന ഒരു രൂപം കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം വരിക എന്നുള്ളത്. ഈ തരത്തിൽ ഏത് രൂപവും എങ്ങനെയും നമുക്ക് റോസാപ്പൂ വരച്ചെടുക്കാവുന്നതാണ്. ചില ആൾക്കാർ എളുപ്പവഴിക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ വരക്കാറുണ്ട്. ഇതിങ്ങനെ കൊടുത്ത് ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം വരച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ വരക്കുന്ന ഒരു രൂപമുണ്ട്. ഇങ്ങനെ വരച്ചു, എന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചില ആളുകൾ ഇങ്ങനെ വരക്കാറുണ്ട്. അതൊരു മറ്റൊരു രൂപമാണ് എന്ന് മാത്രം. ഇതൊരു വേറെ രൂപമാണ്. ഇങ്ങനെയും വരക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു തരത്തിലൊന്നുമല്ല, ഒരുപാട് തരത്തിൽ നമുക്ക് റോസാപ്പൂവിൻ്റെ പൂമൊട്ടുകളും പൂവും വരക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ആകൃതി ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും ചെറുതായിട്ടുള്ള ഇതിൻ്റെ പൂവിൻ്റെ ആകൃതി ശ്രദ്ധിക്കുക. ബൾബിൻ്റെ ആകൃതിയാണ് അത്. എളുപ്പത്തിൽ വരക്കാൻ ഞാൻ മാർഗം പറഞ്ഞു തന്നു. ഒരു കോഴിമുട്ടയും ഒരു കോട്ടിയും ചേർത്ത് വെച്ചതുപോലെ കൃത്യമായിട്ടുള്ള ഒരു വൃത്തവും ഒരു ദീർഘവൃത്തവും വരക്കുക. ഒരു ദീർഘവൃത്തവും വരച്ച് എന്നിട്ട് അവ തമ്മിൽ ബന്ധം മായ്ച്ചതിന് ശേഷം എന്നിട്ടത് ആ വൃത്തം ഒഴിവാക്കി ഒറ്റ ഇതാക്കിയിട്ട് മാറ്റുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഏതൊരു പൂമൊട്ടിൻ്റെയും രൂപം. ബൾബിൻ്റെ ആകൃതി വരക്കുക. കണ്ടില്ലേ? അപ്പോൾ ഈ തരത്തിൽ നമ്മൾ വരക്കുമ്പോൾ എങ്ങനെ വരച്ചാലും ജസ്റ്റ് ഒരു ഐഡിയ ഉള്ള ആൾക്ക് കൃത്യമായിട്ട് വരക്കാൻ പറ്റും. ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവാം. അതായത് ഇത്തിരി കൂടി വിരിഞ്ഞ രൂപത്തിൽ എങ്ങനെയാണ് പൂ വരയ്ക്കേണ്ടത് എന്ന്. ഇത്തിരി കൂടി വിരിഞ്ഞ രൂപത്തിൽ ഇങ്ങനെയാണ് പൂ വരയ്ക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങിയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഉണ്ടോ, ഇനി ഇത്ര വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പൂവിൻ്റെ അടിഭാഗത്തുള്ള ആ ഭാഗം അത് വരക്കുക. ഇപ്പം കണ്ടില്ലേ? ഇനി എന്തെങ്കിലും പഴച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മായ്ച്ച് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അതൊന്നും പ്രശ്നമല്ല. ബേസിക്ക് ഇത് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് റബ്ബർ എന്ന് പറഞ്ഞത് മായ്ക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഉണ്ടല്ലേ? ഇതൊക്കെ ക്ലിയർ ആക്കി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള റോസാപ്പൂവിൻ്റെ ഒരു രൂപം. ഇനി ഇത്തിരി കൂടി വിരിഞ്ഞ രൂപത്തിലാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടില്ലേ? ഇതുപോലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് വരക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. രണ്ട് ഭാഗത്തും കുറച്ചുകൂടി എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും പൂ വിടർന്ന് നിൽക്കുന്നതായിട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ ആകൃതി കീപ്പ് ചെയ്യുക. പിന്നെ നേരത്തെ പോലെ തന്നെ അതിൻ്റെ കണ്ടില്ലേ? ഇതുപോലെ വരക്കുക. ഇവിടെ ജസ്റ്റ് മായ്ച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ.
ഇനി വേണമെങ്കിൽ ഒരു ഇല കൂടി വരച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ബെറ്ററായിട്ട് കിട്ടും. 2 മുള്ള് ഒരില ഒക്കെ വരച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് കാണും. റോസാപ്പൂവിൻ്റെ ഇലക്ക് ചെറുതായിട്ടൊരു മുള്ള് പോലെ ഒരു ഇതുണ്ടാവും. ഉണ്ടല്ല, ഇങ്ങനെ വരച്ചു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പൂ വരക്കാം. ഇനി അടുത്ത പൂ വേണമെങ്കിൽ വരക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് എത്ര ആൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എന്നറിയില്ല. കുറച്ചുകൂടി വിടർന്ന പൂ നമുക്ക് വേണമെങ്കിൽ വരച്ചു നോക്കാം. ഈ രൂപത്തിലുള്ള വിടർന്ന പൂക്കൾ, ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് വരക്കാൻ പറ്റും. ഇതിനൊക്കെ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ കുറേ പൂക്കൾ വരച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയിച്ചാൽ തന്നെ, ഒറ്റയടിക്ക് ശരിയായിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാക്കണ്ട. പിന്നീട് അത് കുറച്ച് വരച്ച് പരിശീലനത്തിലൂടെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടല്ലേ, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇപ്പോൾ നടുഭാഗം വരെ എത്തി പൂവിൻ്റെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടല്ലേ മടങ്ങുന്ന ഏതളുകളാണ്. ഇനി അടിയിലേക്കുള്ള ഏതളുകൾ. റോസാപ്പൂവിന് കൃത്യമായിട്ടുള്ള ആകൃതി ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ നമുക്ക് വരക്കാം. കണ്ടില്ലേ, വളരെ മനോഹരമായ രൂപത്തിൽ റോസാപ്പൂവിൻ്റെ ആകൃതി മാറി തീർന്നു. കണ്ടില്ലേ. ഇനി അതിന് ഇല കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ഇതിന് തൊട്ട് താഴായിട്ട് തന്നെ ഇവിടെ ഇല കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ടാവും. കണ്ടില്ലേ. ഈ ഭാഗത്തും ഒരു ഇല കൂടി കൊടുക്കാം നമുക്ക്. ഇവിടെ വേണമെങ്കിൽ കുറച്ച് മുള്ളുകളൊക്കെ കൊടുക്കാം. ഇവിടെ മറ്റൊരു ഇല കൊടുക്കാം. 1 or 2 ഇലകളൊക്കെ കൊടുക്കാം ഇവിടെ. ഇതിനൊക്കെ ജസ്റ്റ് മുള്ളു പോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. നടുക്ക് വരക്കുക. ജസ്റ്റ് ഇലൻ്റെ നാരുകൾ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ മനോഹരമായ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്രകാരം റോസാപ്പൂ വരച്ചെടുക്കാൻ പറ്റും. സിമ്പിളാണ്, ഒന്നും പ്രയാസമില്ല. ഇനി ഇത് കളർ കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ കളർ കൊടുക്കാം. ഇവിടെ നിന്നോട്ട് ആദ്യം ഞാൻ സ്കെച്ച് പെന്നോടാണ് കളർ ആരംഭിക്കുന്നത്. സ്കെച്ച് പെന്നിൽ വരക്കുമ്പോൾ ഇവിടെ ഒരു അടയാളം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഇതൊന്നും വിടർന്നിട്ടില്ല. ഇത്ര മാത്രമേ വിടർന്ന് വരുന്നേ ഉള്ളൂ. ഇത് മാത്രം വരച്ചു കൊടുക്കുക. ബാക്കി പച്ച വരച്ചാൽ മതി. വേണം ഇപ്പുറത്തേക്ക് കുറച്ചിരി മഞ്ഞ വേണമെങ്കിൽ വരക്കാം. ഇനി ഈ ഭാഗത്തേക്ക് കുറച്ചുകൂടി ഡാർക്ക് കളർ, ഇതാകുന്ന സമയത്ത് ഡാർക്ക് പച്ച. അപ്പോൾ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടി. റോസാപ്പൂവിൻ്റെ ഏകദേശ രൂപത്തിലുള്ള ഒരു മുട്ട് നമ്മൾ സ്കെച്ച് പെൻ ഉപയോഗിച്ച് കളർ ചെയ്യും. ഇനി ഇതേപോലെ
കളർ പെൻസിൽ ഉപയോഗിക്കാം, ഓയിൽ പേസ്റ്റിൽ ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലത് ഓയിൽ പേസ്റ്റിലും കളർ പെൻസിലുമാണ്. എന്നാൽ നമുക്കതിൽ കൃത്യമായിട്ട് കളറ് ലയിപ്പിച്ചെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ലയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. അതായത് ഓയിൽ പേസ്റ്റിലുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ ഒരു ബേസ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ബാക്കി കളർ പെൻസിലിൽ ചെയ്യുക. നമ്മളിത് നോക്കുക എന്നാൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ഓറഞ്ച് തരത്തിൽ കളറുള്ള റോസാപ്പൂ വന്നു സങ്കല്പിക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഡാർക്ക് നിറം വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് കൊടുക്കുക. എന്നതിന് ശേഷം കളർ പെൻസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ വരയ്ക്കണം. പിന്നെ കുറച്ചുകൂടി ലൈറ്റുള്ള ഓറഞ്ച് കൊണ്ട് ലൈറ്റ് ഓറഞ്ച് കൊണ്ട് ഈ ഭാഗത്തേക്ക് കൊടുക്കുക. ഇനി ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ അതിൽ ഇതിൻ്റെ ഇപ്പുറത്തേക്കൊന്ന് കൊടുക്കാം. ബ്രൗൺ കളർ ഇവിടെ മുട്ടിൻ്റെ ഈ നടുഭാഗത്തേക്ക് ബ്രൗൺ കളർ കൊടുക്കാം. അപ്പോൾ പൂവിൻ്റെ മുകൾ ഭാഗം പൂർത്തിയായി. ഇനി അതിൻ്റെ അടിഭാഗം വിരിഞ്ഞ് വരുന്ന ലീഫ് അല്ലെങ്കിലും പൂവിൻ്റെ അതളിൻ്റെ അടിഭാഗം അവിടെയും ഇതുപോലെ ബേസ് വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ഈ ഓയിൽ പേസ്റ്റിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ബേസ് കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് കളർ പെൻസിൽ കൊണ്ട് പൂർത്തിയാക്കാം. ഇതാണ് നല്ല രീതി. ഇത്രയും കൂടി ലൈറ്റ് കളറുള്ള പച്ച ഉപയോഗിച്ച് ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. അതിന് ഇവിടെ കുറച്ചൊരു മഞ്ഞ കളറിൻ്റെ അത് കൊടുക്കണം. അതിനുശേഷം വേണമെങ്കിൽ ബ്രൗണോ അല്ലെങ്കിൽ ബ്ലാക്കോ ഉപയോഗിച്ച് ജസ്റ്റ് അതിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് ഭാഗങ്ങൾ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ വളരെ സുന്ദരമായ രൂപത്തിൽ നമുക്ക് റോസാപ്പൂവിൻ്റെ ചിത്രം നമുക്ക് കിട്ടിയിട്ടു. ഓക്കെ, ഇനി ഇതേപോലെ മറ്റൊരു കളറിൽ
നമുക്കൊരു റോസാപ്പൂവിൻ്റെ കളർ കൊടുക്കാം. ഇതാ മുമ്പ് വരച്ച ചെറുതാണ്, ഇത് മറ്റൊരു കളറിൽ നമുക്ക് കൊടുത്തു നോക്കാം. ഏകദേശം പിങ്ക് നിറത്തിൽ നമുക്ക് കൊടുത്തു നോക്കാം. പിങ്ക് നിറം, വയലറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. എളുപ്പത്തിന് ഇതാണ് നല്ലത്, റെഡ് തന്നെ. കണ്ടില്ലേ? ഇനി ഇതേപോലെ പച്ച. പച്ചക്ക് നിറം കൊടുക്കുമ്പോൾ ഒരു മീഡിയം പച്ചയിൽ ആരംഭിക്കുക. സൈഡുകളിലൊക്കെ ഒരു ഡാർക്ക് പച്ച കൊടുക്കുക. ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ. ഇനി മറ്റേ ഭാഗത്ത് ഇത്തിരി കൂടി ലൈറ്റ് കളർ കൊടുക്കാം. ഇവിടൊക്കെ ഒന്ന് ലൈറ്റാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ക്ലിയർ ആയി കിട്ടുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം വരുന്നത്. ഇത് പൂർത്തിയായി. ഇനി വേണമെങ്കിൽ നമുക്ക് മഞ്ഞയോ അല്ലെങ്കിൽ അതുപോലെ ലൈറ്റ് കളറൊക്കെ നോക്കാം. എല്ലാം ട്രൈ ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ച് തീർക്കാൻ പറ്റും. മഞ്ഞ വരക്കുമ്പോൾ മഞ്ഞ 2 ഷെയ്ഡുകൾ, 2 കളർ പെൻസിൽ ഉപയോഗിക്കുക. അപ്പോൾ ഡാർക്ക് ഭാഗത്തൊക്കെ ഈ മഞ്ഞ ഇത് ഉപയോഗിക്കുക.
ലൈറ്റ് മഞ്ഞ ഒന്നുകൂടി ലൈറ്റ് മഞ്ഞക്ക് ഈ മഞ്ഞ ഉപയോഗിക്കാം. ലെമൺ യെല്ലോ. അപ്പോൾ 3 തരത്തിലുള്ള മഞ്ഞ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മഞ്ഞ പൂവിൻ്റെ രൂപം ഇത് പൂർത്തിയാക്കിയത്. പൂർത്തീകരണം കാണണമെങ്കിൽ ജസ്റ്റ് ഇത് വരക്കാം. നേരത്തെ വരച്ച ഔട്ട്ലൈൻ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, ശരിയാക്കാൻ പറ്റും. ഈ കളർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയർ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം പൂർത്തിയായി. ഇനി വേണമെങ്കിൽ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ ഒരല്പം ബ്രൗൺ വശങ്ങളിലൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നിർബന്ധമൊന്നുമില്ല, എങ്കിലും അതൊന്നുകൂടി വ്യക്തമായിട്ട് പൂവിനെ കാണാൻ വേണ്ടി സഹായിക്കും. ഇതാണ് അതിൻ്റെ രൂപം. നമുക്ക് നല്ല റെഡ് ഒന്നുകൂടി നോക്കാം, പരീക്ഷിച്ചു നോക്കാം. റെഡ് റോസ്. നേരത്തെ ചെയ്ത പോലെ ബ്രൗണ് ലേശം ഇവിടെ ബ്രൗണ് കൊടുക്കുക. ബ്രൗണിൻ്റെ ലൈന് ഔട്ട്ലൈനൊക്കെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കൊടുക്കുക കഴിഞ്ഞാൽ ഒന്നുകൂടി തെളിഞ്ഞ രൂപത്തിൽ ചിത്രം കിട്ടും നമുക്ക്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക.
അപ്പോൾ ഈ പൂവിൻ്റെയും ഇതും പൂർത്തിയായി. ഇനി വേണമെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, ആ ഇരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂ ഇതും കൂടി നമുക്ക് പൂർത്തിയാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിക്കാം.
അപ്പോൾ ഒരു ഏകദേശ രൂപത്തിൽ ഇത് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വാട്സപ്പിലൂടെ നിങ്ങൾ ഇതുപോലെ വരച്ചിട്ട് അയക്കുക. ഓക്കെ, ലൈവ് അവസാനിപ്പിക്കുകയാണ്.